നല്ലതാ ഈ പക്കേല വരാത്തത്. അല്ലേലും അവന് വെള്ളം പേടിയല്ലേ. അവൻ വരുന്ന മുമ്പ് നമുക്ക് പഴം കഴിക്കാം. പക്കേല, ഈ പഴം നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ പഴം തിന്നുന്ന മത്സരം വല്ലതും വെച്ചാലേ ഈ ഞാൻ തന്നെയായിരിക്കും ജയിക്കുക. നീ എന്റെ കൂട്ടുകാരനല്ലേ, നീ എങ്ങനെ തനിച്ച് പഴം കഴിക്കുക? അതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിച്ചത്. നിനക്ക് ഹാപ്പി ആയല്ലോ അല്ലേ? ശരി, പഴം പോയി വിട്ടേക്ക്. ഇപ്പോ നീ എന്റെ ഒപ്പം സ്വിമ്മിംഗ് റേസ് വരുന്നു. അതില് ജയിച്ചാ നീ ശക്തിശാലിയാണെന്ന് ഞാൻ സമ്മതിക്കാം. എന്താ പേടിയാണോ? നീന്തലൊക്കെ എനിക്ക് പച്ചവെള്ളം കുടിക്കുന്നത് പോലെയാ. ചാമ്പ്യനാണ് ഞാൻ. അത് നമുക്ക് കാണാലോ മോനെ. ശരി, വാ തുടങ്ങാം. 1 2 ഇവരെവിടെ പോയി? പക്കേല, ഞാൻ ജയിച്ചേ. നീ തോറ്റുപോയി. എടാ പക്കേലോ, നീ എന്തിനാണ് ഇങ്ങനെ ചീറ്റിംഗ് ചെയ്യുന്നത്? ചീറ്റിംഗ് അല്ല, ഞാൻ ജയിച്ചു. നീ ചീറ്റ് ചെയ്ത് ജയിച്ചതല്ലേ മോനെ. കണ്ടോ, നിന്റെ ഡ്രസ് ഇപ്പൊ എന്റെ കയ്യിലാണ്. വാ, വന്ന് വാങ്ങിക്കോ. വാ. വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്. നീ ആ തുണി ഇങ്ങോട്ട് താ. ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. എടാ, പറയുന്നത് കേക്ക്. അതിങ്ങോട്ട് താ. എന്റെ അമ്മ, ഈ ചെറുക്കന്മാരുന്ന നടറോട്ടിൽ നിന്ന് കളിച്ചോണ്ട് വെക്കണത് ഇത് ഭയങ്കര തെറ്റാണ് കേട്ടോ. ഞാൻ പറയുന്നത് കേക്ക്. അതിങ്ങോട്ട് താ. എനിക്ക് താ, എന്റെ ഡ്രസ് ഇങ്ങോട്ട് താ. എന്റെ ദൈവമേ, ഇവന്മാരെന്ന നേരം വെളുത്തപ്പന്നെ റോട്ടിൽ നിന്ന് കളിച്ചോണ്ട് വെക്കുന്നത്. ഇവരെ കണ്ടാലേ തല വെട്ടിപ്പൊളിയുന്നുണ്ട്. കുട്ടികളെ, എന്താണ് ഈ ഡ്രസ് വെച്ച് കളിച്ചോണ്ട് വെക്കുന്നത്? ആ ഡ്രസ് അവന്റെ കൊടുത്തേ. എടാ, നീ ഇത് കണ്ടോ? ഇദ്ദേഹത്തിന് നമ്മളെ കാണാൻ പറ്റുന്നുണ്ട് പക്കേല. ശരിയാണല്ലോ, പക്ഷെ എങ്ങനെ? നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം എന്തോ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നടാ. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താ ഇങ്ങനെ വഴക്കിട്ടിരിക്കണെന്ന് ഞാൻ ചോദിച്ചാല് നിങ്ങൾ എന്താ രണ്ടുപേരും വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്? എനിക്കെന്താ കണ്ണ് കണ്ടൂടെ? സംഭിച്ച് നോക്കിക്കണ എന്താ? എനിക്ക് നന്നായിട്ട് കണ്ണ് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. അല്ല, പ്രശ്നങ്ങളുള്ളവർക്ക് ഞങ്ങളെ കാണാൻ പറ്റും. കാരണം ഞങ്ങൾ ഭൂതങ്ങളാണ്. മനസ്സിലായോ? ഭൂതമോ? ആദ്യം എന്റെ ബൈക്കിന് താഴേക്കിറങ്ങ്. പേടിക്കണ്ട, ഞങ്ങൾ ക്രൂരന്മാരല്ല. ഞാനാണ് ഭൂതം ബോസ്. പിന്നെ ഇവര് രണ്ടുപേരും എന്റെ അസിസ്റ്റൻസും, പക്കേലയും പക്കേലയും. ഞങ്ങൾ കൂട്ടുകാരാണ്. ശത്രുക്കൾക്ക് ഭൂതങ്ങളും. നിങ്ങൾക്ക് കൂട്ടുകാരാണ് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. ഇവിടെ എന്താ നടക്കുന്ന അറിയുന്നില്ല. ഈ ലോകത്തിൽ ആർക്ക് പ്രശ്നം വന്നാലും അവർക്ക് ഞങ്ങളെ കാണാൻ പറ്റും. അവരെ ചെന്ന് ഞങ്ങൾ സഹായിക്കുകയും ചെയ്യും. എന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, എന്റെ പ്രോബ്ലം തന്നെ ഒരാൾ എന്റെ അടുത്ത വീട്ടിലുള്ള ഒരാൾ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് സഹായം ചെയ്യാൻ പോയി എനിക്കാണ് ഇപ്പൊ പ്രശ്നമായിരിക്കുന്നത്. പക്ഷെ അയാൾ ഇപ്പോൾ വളരെ സമാധാനമായിട്ടിരിക്കുന്നു. അയാൾ എപ്പോഴും എന്റെ വീട്ടിൽ വന്ന് ഓരോ സഹായം ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ മുഴുവൻ എന്റെ തലയിൽ തന്നെ വന്ന് വീഴുകയാണ്. അയാളുടെ സ്വഭാവം മാറുന്നില്ല, എന്നെ ടോർച്ചറും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, എന്താ സുഖം തന്നെയല്ലേ ചേട്ടാ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്റെ കാർ ഒന്ന് ചെറുതായിട്ട് റിപ്പയർ ആയി. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് പുറത്തേക്ക് പോകണം. ഈ വണ്ടി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും. എന്ത് പറയുന്നു? ഒന്നുകൊണ്ട് പേടിക്കണ്ട, വണ്ടി സൂക്ഷിച്ച് തന്നെ കൊണ്ടുവരും. വരുമ്പോൾ ടാങ്ക് ഫുള്ളായിട്ട് ഞാൻ കൊണ്ടുവന്നോളാം. ഇത് പിടിച്ചോളൂ. പോയിട്ട് വരാട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോ എനിക്കൊരു ഫോൺ വന്നിരുന്നു. എന്താ സാർ ഇത്? എനിക്ക് വണ്ടി തന്നു, പക്ഷെ ഹെൽമെറ്റ് തരാൻ മറന്നുപോയല്ലേ? ഹെൽമെറ്റ് ഇല്ലാത്തതിനാൽ ലൈസൻസ് ചോദിച്ചു വന്ന പോലീസ് എന്റെ വണ്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ്. ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞാൽ സാറിന്റെ വണ്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ് പോലീസ്. ഞാനൊരു സഹായം ചെയ്തത് തെറ്റാണോ? അയാളെന്തിനാ എന്നെ ഇങ്ങനെ പറ്റിക്കണത്? ഇത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യമായി ഇങ്ങനെ നടക്കുന്നത്. അയാളെ എപ്പോഴും സഹായിക്കുന്ന നിങ്ങളെ എങ്ങനെയാണ് അയാളെ പറ്റിക്കുക? ഇതുപോലെയുള്ള ആൾക്കാരെ വെറുതെ വിടരുത്. അതെ, അദ്ദേഹത്തിന് നമ്മൾ പണിഷ്മെന്റ് തന്നേ പറ്റൂ. നിങ്ങൾ വിഷമിക്കല്ലേ? പിന്നെ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? വരൂ, പോവാം. നമുക്ക് എന്നാൽ ഇവിടുന്ന് പോവാം.
ഹലോ മിസ്റ്റർ നട്വർലാൽ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ നട്വർലാൽ? അല്ല, നിങ്ങളൊക്കെ ആരാണ്? എന്തിനാണ് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്? നിങ്ങളോട് ഒരു കാര്യം ചോദിക്കണം. നിങ്ങളുടെ പേര് തന്നെയല്ലേ നട്വർലാൽ? അതെ, ഞാനാണ് നട്വർലാൽ. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയൂ. എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് പറയൂ. ഞങ്ങളുടെ ബോസ് ആരാണെന്ന് അറിയോ? ഇദ്ദേഹം എത്ര വലിയ പൈസക്കാരാണെന്ന് അറിയോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട് വാടകയ്ക്ക് കിട്ടുമെന്ന് ചോദിക്കാനാ. ഞങ്ങൾക്ക് നിങ്ങളുടെ വീട് വാടകയ്ക്ക് തരുമോ അത് ചോദിക്കാനാണ് വന്നത്. ഓ, അതിനു വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? അതിപ്പോ തന്നെ കൊടുക്കണം. തീർച്ചയായിട്ടും വാടകയ്ക്ക് തരാം. 20,000 രൂപ തരണം. ഓരോ വീടിനും ഓരോരോ വാടകയാണ്. എന്താ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോയി കാണാം. അങ്ങനെയാണോ? ഇന്ന് അഡ്വാൻസ് ഇത്ര ഫാസ്റ്റ് ആയിട്ടാണോ നിങ്ങള്? ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. വരൂ, രാത്തേക്ക് വരൂ, രാത്തേക്ക് വരൂ. നമുക്ക് എല്ലാം ഒന്ന് ചുറ്റി കാണാം. നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ട മറ്റു കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം നമുക്ക്. ഇത് നോക്കിയേ, ഇതാണ് നിങ്ങളുടെ ലിവിംഗ് റൂം. ദേ കണ്ടില്ലേ, ലൈറ്റ് ഇട്ടേറാം. ശരിക്കും നോക്കിക്കോളൂ കേട്ടോ. അല്ല, എന്താ ഇത്? സ്വിച്ചിനെന്തോ പ്രോബ്ലം ഉണ്ടോന്നല്ലോ. നോക്കട്ടെ കേട്ടോ. അതൊന്നും സാരമില്ല, ഞാനൊരു ഇലക്ട്രീഷ്യൻ വിളിച്ചുകൊണ്ട് നോക്കി കേട്ടോ. നിങ്ങൾ ഒന്നിനും ടെൻഷൻ ആവണ്ട കേട്ടോ. വരൂ വരൂ, നമുക്ക് അടുത്ത റൂം പോയി കാണാം. എന്താ, വരൂ. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ബെഡ്റൂം. അത് വളരെ വലുതായിരിക്കും. ആ, വരൂ 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 വരൂ, അത്തേക്ക് വരൂ. ഒന്നിനും കാണിക്കണ്ട. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ ഈ റൂമിലേക്ക് വെച്ചാൽ മതി കേട്ടോ. അത്രയ്ക്ക് വലിയ സ്ഥലമാണിത്. ഇതിനൊന്നും എക്സ്ട്രാ എമൗണ്ട് ഒന്നും എനിക്ക് ആവശ്യമില്ല കേട്ടോ. വളരെ നന്ദി മിസ്റ്റർ നട്വർലാൽ. നിങ്ങളുടെ പോക്കറ്റിലുള്ള പേന അടിപൊളിയായിട്ടുണ്ടല്ലോ. കാണുമ്പോ തന്നെ അറിയാം അതിന് ഒരുപാട് വിലയുണ്ടെന്നുള്ളത്. ഹലോ പീലാജി, അല്ല നട്വർലാൽ ജി, നിങ്ങളുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടല്ലോ, അത് നിങ്ങൾ എവിടെയാ വാങ്ങിയത്? അത് കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. എനിക്കും അതുപോലെ ഒന്ന് വേണം. വാച്ചോ? എനിക്ക് വാച്ച് ഇടുന്ന ശീലമേ എനിക്കില്ല. എനിക്ക് സമയം നോക്കാനും അറിയില്ല. അതുകൊണ്ട് ആ സാധനം എന്റെ കയ്യിൽ ഇല്ലേ ഇല്ല. ഈ വാച്ച് എങ്ങനെ എന്റെ കയ്യിൽ വന്നു? എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയേ ഇല്ലല്ലോ. ഇതിലെന്താ പ്രത്യേകതയുള്ളത്? എന്റെ വാച്ച് നിങ്ങളുടെ വാച്ച് മതി, നിങ്ങളുടെ വാച്ച് എന്റെ വാച്ച് മതി. ഇത് എന്റെ വാച്ചാ, എനിക്കിതായത്, എനിക്ക് വേണം ഇത്. അദ്ദേഹം ഇത് എനിക്കാണ് തന്നത്, അത് നീ മനസ്സിലാക്കണം. ഇതെനിക്ക് വേണം. അല്ല, ഇത് എന്റെയാണ്, ഞാനിത് ആർക്കും തരില്ല. അല്ല, എനിക്ക് വേണം. അല്ല, എനിക്ക് എനിക്ക് വേണം. എനിക്ക് വേണം. ഈ വാച്ച് രണ്ടുപേരും കൂടി ചേർന്ന് രണ്ടാക്കിയല്ലോ. ദൈവമേ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? പോട്ടെ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ചെറിയ പിള്ളേരല്ലേ, അവർക്ക് അറിയാതെ ഒരു കയ്യബദ്ധം പറ്റിയതല്ലേ. ഇതിന്റെ വില എന്താണെന്നറിയോ? 5000 രൂപ. ഇതെവിടെയും കിട്ടില്ല. എങ്കിൽ ശരി, അത് വാടകയിൽ ചേർത്തോളൂ. എന്റെ നട്വർലാൽ സാറേ, വീട്ടിൽ വിരുന്നുകാർ വന്ന ചായ തരൂലേ? ഇനി മറന്നു പോയതാണോ? അല്ല, അതെങ്ങനെ ഞാൻ മറക്കുന്നത്? സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാതിരുന്നത്. ഇപ്പൊ തന്നെ ഞാൻ ചായ ഉണ്ടായി കൊണ്ടുവരാം കേട്ടോ. അതുവരെയ്ക്ക് ഇവിടെ തന്നെ നിന്നോളൂ. വലിയ പണക്കാരനെ വന്ന് പെട്ടിരിക്കുന്നത്. ഇവരുടെ ഉള്ളത് മുഴുവൻ വലിച്ചെടുക്കണം. എങ്ങനെയായാലും അതിനും ഇതിനൊന്നൊക്കെ കണക്ക് കുറഞ്ഞ് എല്ലാം വലിച്ചെടുക്കണം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇതെന്താ ഇത്? വീട്ടിലുള്ള പാത്രങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പേടിയാവണേ. ഓടല്ലേ, നിക്ക് അവിടെ നിൽക്കാൻ, ഓടല്ലേ. എന്താ ഇവിടെ നടക്കുന്നത്? എന്താ ദൈവമേ, ഞാൻ കാണുന്നതെല്ലാം സത്യമാണോ ദൈവമേ? എല്ലാ സാധനങ്ങളും ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതെന്താ എല്ലാം പറക്കാൻ തുടങ്ങിയല്ലോ. എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങളൊക്കെ ആരാണ്? എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. എന്റെ പേര് ടക്കേല. പിന്നെ എന്റെ പേര് പക്കേല. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബോസ്, മിസ്റ്റർ ബോസ്. ഭൂതം ബോസ്, പ്രേതത്തിന്റെ ബോസ്. ദൈവമേ, എന്റെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഒറ്റയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എന്റെ സാധനങ്ങളാണ്. ആണോ? ഇവിടെയുള്ള ചില സാധനങ്ങൾ മാത്രമാണ് എനിക്ക് സ്വന്തം. ബാക്കിയെല്ലാം അടുത്ത വീട്ടുകാരുടെയാണ്. ഇത് തെറ്റല്ലേ? വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി. ഇനി ഇതുപോലെ ഒരു തെറ്റ് ഞാൻ ചെയ്യുകയില്ല. സത്യം. എന്നോട് ക്ഷമിക്കണം സാറേ. മറ്റുള്ളവരെ സഹായിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കും. ആരെയും നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കരുത്, മനസ്സിലായോ? എല്ലാവരെയും സഹായിക്കണം. അങ്ങനെ ചെയ്താൽ ആ പാപം നിങ്ങൾ വെറുതെ വിടില്ല.
ഇനിയെങ്കിലും നേർവഴിയിൽ നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചോട്ടെ. മറ്റുള്ളവരുടെ വസ്തുക്കളിൽ ഒരിക്കലും കൊതിക്കരുത്. ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇനി ഞാൻ നല്ലത് മാത്രമേ ചെയ്യൂ. എന്നെ വിശ്വസിക്കൂ. എന്റെ വീട്ടിലുള്ള മറ്റവരുടെ സാധനങ്ങളെല്ലാം ഞാൻ തന്നെ കൊണ്ട് കൊടുത്തേക്കാം. ദേ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. ഞാൻ ആരെയും പറ്റിക്കുകയില്ല, ഒരു നുണയും പറയുകയില്ല. എനിക്ക് മാപ്പ് തരണം സാർ. അതിൽ എന്റെ സാധനങ്ങളുണ്ട്, അത് മാത്രം ഞാൻ എടുത്തോളാം. ദയവ് ഇത് എന്നോട് ക്ഷമിക്ക്. ഇനി എന്നിൽ നിന്ന് അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. എനിക്ക് മാപ്പ് തരണം. ഇങ്ങനെ അപേക്ഷിക്കുന്നത് കൊണ്ട് ഞങ്ങൾ വെറുതെ വിടും. ഇതുപോലെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ പോയതിനു ശേഷം മാറാൻ പാടില്ല. ഇനി ഇതുപോലെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, മനസ്സിലായോ? തെറ്റൊന്നും ചെയ്യില്ലല്ലോ. തീർച്ചയായിട്ടും സാർ. ഇനി നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ട കാര്യമേ ഇല്ല സാർ. ഞാൻ തന്നെ മാറിക്കോളൂ. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമാണ്, സത്യം. എന്നാ പോവാം. എന്താന്നറിയില്ല, വളരെ ടയർഡായിട്ടുണ്ട്. വയറ് നിറച്ച് ആഹാരം കഴിച്ച് കിടന്നൊന്നുറങ്ങണം. എന്നിട്ട് അക്കേലയാണ് സ്ഥലം കണ്ടു വെച്ചിരിക്കുന്നത്. ബോസ്, ഇവിടെ അടുത്ത് ഒരു വലിയ കാടുണ്ട്. ആ കാട്ടിൽ കുറെ മരങ്ങളുണ്ട് ബോസ്. പിന്നെ അവിടെ ഭംഗിയായ ഒരു കൊട്ടാരമുണ്ട്. അത് നമുക്ക് പറ്റിയതുപോലെ വലുതായി ഒരു ഡ്രാക്കുലയുടെ വീട് പോലെ ഉണ്ടാവും. അവിടെ റൂം നമ്പർ 666 നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ബോസ്. ബെഡിന് പകരം നിങ്ങൾക്ക് പറ്റിയ ഒരു പെട്ടിയുമുണ്ട്. എന്താ, നമുക്ക് അവിടെ പോയാലോ ബോസ്? ഇത് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഇനി എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? യെസ് ബോസ്.